ഹായ് നമസ്കാരം. ഹായ്. ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ വെറുതെ ബൈക്ക് കൊടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. കൂടെ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ഉണ്ട്. നല്ല വെയിലുണ്ട്. ഇപ്പോൾ വന്ന് ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ട് പോകാം. കാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് ചെറിയൊരു കഥയിലേക്ക് പോകാം. പണ്ട് മനുഷ്യൻ സോപ്പൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കുളിക്കാനും അലക്കാനുമൊക്കെയായി മലയിൽ നിന്നും സോപ്പിൻ കായ എന്നൊരു കായ പറിച്ച് കൊണ്ടുവരുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വണ്ടിയുമായി മലയിലേക്ക് സോപ്പിൻ കായ പറിക്കാൻ പോയ കുറച്ച് പേർ സോപ്പിൻ കായ പറിച്ച് വണ്ടിയുമായി തിരികെ വരുമ്പോൾ ആ മലയിൽ താമസിച്ചിരുന്ന ദേവി, ഏമൂരമ്മ എന്ന് പറയപ്പെടുന്ന ദേവി ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നെന്നും ഈ സോപ്പിൻ കായ പറിച്ചു വരുന്ന വണ്ടിക്കാരോട് കുറച്ച് സോപ്പിൻ കായ ചോദിച്ചപ്പോൾ അതിലൊരു കുറച്ച് വണ്ടിക്കാർ സോപ്പിൻ കായ ദേവിക്ക് കൊടുത്തുവെന്നും എന്നാൽ ഒരു വണ്ടിക്കാരൻ ദേവിയോട് സോപ്പിൻ കായ കൊടുക്കാതെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നും പറയപ്പെടുന്നു. അങ്ങനെ സോപ്പിൻ കായ കൊടുക്കാതിരുന്ന വണ്ടിക്കാരനെ യമൂരമ്മ എന്ന് പറയപ്പെടുന്ന ദേവി അദ്ദേഹത്തെ ശപിച്ചുവെന്നും ആ ശാപം ഇങ്ങനെയായിരുന്നു: ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും നീയും നിൻ്റെ വണ്ടിയും കല്ലായി തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശാപമേറ്റു വാങ്ങിയ വണ്ടിക്കാരൻ അദ്ദേഹത്തിൻ്റെ വണ്ടിയും അദ്ദേഹവും ആ മലയിൽ വെച്ച് കല്ലായി തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. കഥയിൽ രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, അത് കാളവണ്ടിയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അത് ലോറിയാണെന്ന്. എന്തായാലും കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ആ മലയിൽ കല്ലായി മാറിയ ലോറിയെ കാണാം. അപ്പോൾ ആ ശാപമേറ്റു വാങ്ങി കല്ലായി മാറിയ ലോറി ഇതാ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഏമൂരമ്മയുടെ ശാപമേറ്റു വാങ്ങിയ കല്ലായി മാറിയ ലോറി എന്നാണ് പറയപ്പെടുന്നത്. ഇത് ധോണി മലയിലാണുള്ളത്. ഇനി ധോണിയിലേക്ക് വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ധോണി മലയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാഴ്ച, മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. കഥയാണെങ്കിലും കഥയുമായി ബന്ധപ്പെട്ട് മനോഹരമായ ഒരു കാഴ്ച കാണാൻ ഞങ്ങളുടെ ഈ വരവ് ഉപകാരമായി. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ചെറിയ യാത്രയും ചെറിയ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ. ബൈ. ബായ്.